PSC ഹാക്കർ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സിൻ്റെ അടുത്ത സെറ്റാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കോബ്ര വൃത്തിഡ് ആൻഡ് ലാഷ്ഡ് എബൌട്ട് ഡാഷ് എ റൈറ്റിംഗ് മാനർ. അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. ഷീ ഡാഷ് ലോങ്ങർ ഇഫ് ഷീ ഹാഡ് നോട്ട് ഫാളൻ. ഇതിൻ്റെ ആൻസർ ഏതാണ്? നോക്കൂ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, വുഡ് ഹാവ് ലൈവ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സംതിങ് ബിറ്റർ ആൻഡ് ഡാഷ് ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ ഹിസ് മൗത്ത്. അതിൻ്റെ ആൻസർ എ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ഐ തിങ്ക് ഹീ ഈസ് ഫ്രം ലണ്ടൻ. അതിൻ്റെ ആൻസർ എന്താണ്? ബി ആണ് കേട്ടോ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഡോണ്ട് പുഷ് മീ ദ ബെക്കർ. അതിൻ്റെ ആൻസർ ഓക്കെ ഏതാണ്? ദ ബെക്കർ റിക്വസ്റ്റഡ് ദം നോട്ട് ടു പുഷ് ഹിം. ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അനറ്റോളിയം മീൻസ് പീപ്പിൾ ഓഫ് ഏഷ്യ മൈനർ. ഏഷ്യ മൈനർ. ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിനോണിം ഓഫ് ഏലിയനബിൾ. അത് ഓൾ ഓഫ് ദീസ് ആണ്, എല്ലാം വരും. നെഗോഷ്യബിൾ ആണ്, ട്രാൻസ്ഫറബിൾ ആണ്, കൺവേയബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 88ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിൻ്റെ ആൻസർ എന്താണ്? ഇൻ റിട്ടേൺ ഫോം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലെവർ, ഒറിജിനൽ ആൻഡ് ഇൻവെൻറ്റീവ് ഈസ് ഇൻജുനിറ്റി. സി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഇൻ കറക്റ്റ് ഓർഡർ. അതിൻ്റെ ഓർഡർ നോക്കിയേ. SPQR. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. 10 ക്വസ്റ്റ്യനാണ് ഇംഗ്ലീഷിൻ്റെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞു. ഇനി അടുത്ത സെറ്റ് മലയാളമാണ്. നമുക്ക് മലയാളം നോക്കാം. 91ാമത്തെ ക്വസ്റ്റ്യനാണ്. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുളെന്ത്? എന്താണ്? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. മലയാളം 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. അതിൽ നോക്കിയാൽ ഏതാ ശരിയെന്ന്? ഇതിൽ ശരി ഡി ആണ്. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം എടുത്തെഴുതുക. ഇതിൽ ഏതാണ് ശരിയായ പദം? ഫസ്റ്റ് വൺ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം. അതിൻ്റെ ആൻസർ എന്താണ്? ആ പ്ലസ് ഇടം അവിടം. അടുത്ത 95ാമത്തെ ക്വസ്റ്റ്യൻ, കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥമെന്ത്? എന്താണ്? തക്ക സമയത്ത് പ്രയോജനപ്പെടുക. തക്ക സമയത്ത് പ്രയോജനപ്പെടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിരിച്ചെഴുതുക. വിണ്ടലം. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വിണ്ടലം. അതിൻ്റെ ആൻസർ എന്താണ്? വിൺ പ്ലസ് തലം. സി ആണ് ആൻസർ. വിൺ പ്ലസ് തലമാണ് വിണ്ടലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക. കന്ദരം, കന്താരം. കന്ദരം ഗുഹ, കന്താരം പേരാൽ. വേറൊരു കന്ദരമുണ്ട്, ഇതാ ഇത്. ഈ കന്ദരത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കഴുത്താണ്. കഴുത്ത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിപരീത പദം എടുത്തെഴുതുക. ഉത്കർഷം. ഉത്കർഷത്തിൻ്റെ വിപരീതം എന്താണ്? അപകർഷം. ഉത്കർഷം, അപകർഷം. നമുക്ക് 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ പര്യായ പദം എഴുതുക. ആരാമം. ആരാമത്തിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ്? പൂന്തോട്ടം, ഉദ്യാനം. ആരാമം, പൂന്തോട്ടം, ഉദ്യാനം. അയണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. എന്താണ്? വിപരീതാർത്ഥ പ്രയോഗം. അങ്ങനെ മലയാളം സെറ്റ് തീർന്നു. ഇനി നമുക്ക് അടുത്തത് മാത്സ് നോക്കാം. അടുത്ത് നമുക്ക് മാത്സ് ആണ് നോക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക.
71ാമത്തേൻ്റെ ആൻസർ ബി ആണ് കേട്ടോ. ഒരു സമാന്തര ശ്രേണിയുടെ 12ാം പദത്തിൻ്റെയും 22ാം പദത്തിൻ്റെയും തുക 100 ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 33 പദങ്ങളുടെ തുക 1650. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് കേട്ടോ. എ. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ 74ാമത്തെ ക്വസ്റ്റ്യൻ. 74ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി 19. 75ൻ്റെ ആൻസർ 220. ഇത് PSCയുടെ ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് കേട്ടോ. 77ാമത്തേൻ്റെ ആൻസർ 211 ഡി. 78ൻ്റെ ആൻസർ ബി 266. 266. അടുത്ത ക്വസ്റ്റ്യൻ 79ാമത്തേൻ്റെ ആൻസർ സി ശനി. 80ാമത്തേൻ്റെ ആൻസർ സി അമ്മാവൻ. അങ്ങനെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 3 എണ്ണത്തിൻ്റെ സെറ്റിൻ്റെ ആൻസർ നമ്മൾ നോക്കി. നമ്മൾ വരും ദിവസങ്ങളിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഫൈനൽ ആൻസർക്ക് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അറിയിക്കുക, എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.